ചേംബർ അഫിലിയേറ്റ്സുകളായ തിയേറ്റർ അസോസിയേഷൻ്റെ 3 വിഭാഗമുണ്ട്. 1 എക്സിബിറ്റർ അസോസിയേഷൻ, 2 എക്സിബിറ്റർ ഫെഡറേഷൻ, 1 ഫിയോക്ക്. അങ്ങനെ 3 തിയേറ്ററുകളുടെ സംഘടനകളും പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഓഫീസ് ബെയറേഴ്സും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ ഓഫീസ് ബെയറേഴ്സും ചേംബറിൻ്റെ ഓഫീസ് ബെയറേഴ്സുമായിട്ട് ഇന്ന് സംയുക്തമായൊരു യോഗം വെച്ചിരിക്കുന്നതിന് കാരണം ഞങ്ങൾ നടത്തുന്ന സൂചനാ പണിമുടക്കിൻ്റെ ദിവസം തീരുമാനിക്കുക. സൂചനാ പണിമുടക്ക് വേണോ വേണ്ടയോ, അതാണ് ആദ്യ ചർച്ച. വാ ബഷീർക്ക വാ. ആ ചർച്ചയിൽ അതായത് കേരളത്തിലെ എല്ലാ തിയേറ്റർ അസോസിയേഷൻസും പങ്കെടുക്കുന്നുണ്ട് ഈ ചർച്ചയിൽ. ഇതിൽ സൂചനാ പണിമുടക്ക് ഞങ്ങൾ നടത്തുന്നുണ്ട്. ആ സൂചനാ പണിമുടക്ക് വേണോ വേണ്ടയോ എന്നുള്ള ആദ്യ ചർച്ച. ഇനി വേണമെങ്കിൽ എന്നാണ് ആ തീയതി എന്നുള്ളത് തീരുമാനിക്കും. അടുത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുമായി ചർച്ച ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത് തീരുമാനിക്കും, സമരം വേണോ വേണ്ടയോ, ഗവൺമെൻറ്റുമായി ചർച്ചയ്ക്ക് പോകണോ. പക്ഷേ ഈ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ഡിമാൻഡുകളും നേരത്തെ പലവട്ടം ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ളതാണ്. ഇത് പുതിയതായൊരു ഡിമാൻഡല്ല. അപ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ച നടക്കും. സമരം വേണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ചർച്ച നടക്കും. ഇനി വേണമെങ്കിൽ എന്നാണ് ദിവസം സൂചനാ പണിമുടക്ക്. ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇത്രയും ഇല്ല അത് ചർച്ച സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തീയതി തീരുമാനിച്ചിട്ടില്ല. ആ തീയതി എന്നാണ് എന്ന് അവരറിയിക്കട്ടെ. അതനുസരിച്ചാണ് സൂചനാ പണിമുടക്ക് ദിവസം തീരുമാനിക്കുള്ളൂ. ഇന്ന് എന്തായാലും ചർച്ചയ്ക്ക് ശേഷം പറയാം. അല്ല ഞാൻ അത് പറയാൻ പറ്റത്തില്ല. അങ്ങോട്ടും 50-50 ചാൻസ് ആണ്. നമ്മൾ സമരം ചെയ്യുന്നത് എന്തിനാണ്? ആവശ്യങ്ങൾ ഉന്നയിക്കണം. ആവശ്യം സാധിച്ചാൽ